നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ച് വികസന സദസ്സുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. വാണിയംകുളത്തും പാഞ്ഞാളിലും വികസന സദസ്സ്. വാണിയംകുളത്തെ വികസന സദസ്സിനെ പരിഹരിച്ച കോൺഗ്രസ്. പിന്നിടുന്നത് വികസന വരൾച്ചയുടെ 5 വർഷങ്ങൾ. വികസന മുരടിപ്പിനെതിരെ വ്യാഴാഴ്ച പഞ്ചായത്ത് ഓഫീസ് ധർണ. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്ന KSU പ്രവർത്തകനെ ജോലിയിൽ നിന്ന് പിരിച്ച് വിട്ടതിനെതിരെ പ്രതിഷേധം. KSU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂരിനെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസും KSUവും രംഗത്ത്. സ്ഥിരം നിയമനത്തിന് സമയമായപ്പോൾ ഗണേഷിനെ ഒഴിവാക്കിയെന്ന ആക്ഷേപം. കോൺഗ്രസ് നേതൃത്വം പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമത്തിൽ. സേവനാവകാശ നിയമം പാസാക്കിയ കേരളത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഓഫീസുകൾ അടച്ചിടുന്ന RTO ഓഫീസർമാരുടെ ധിക്കാരം അനുവദിക്കില്ലെന്ന് CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഓഫീസ് ഇടപാടുകൾ നടത്തണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് RTO ഓഫീസിലേക്ക് ഓട്ടോ കൺസൾട്ടന്റ് വർക്കേഴ്സ് അസോസിയേഷൻ മാർച്ച്. മോട്ടോർ വാഹന വകുപ്പ് നടപ്പാക്കുന്നതെല്ലാം തുഗ്ലക് പരിഷ്കരണങ്ങളെന്നും M. ഹംസ. കുളപ്പള്ളി പന്തലാട്ടുപറമ്പ് മേഖലയിലേക്കുള്ള ജലവിതരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രദേശവാസികളുടെ പ്രതിഷേധം. ഉയർന്ന പ്രദേശവുമായ പന്തലാട്ടുപറമ്പിലേക്ക് 3 മാസമായി വെള്ളം എത്തുന്നില്ല. പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത് ഇന്നു തന്നെ സ്ഥലം സന്ദർശിച്ച പ്രശ്നം പരിഹരിക്കുമെന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഉറപ്പിൽ. ഷൊർണൂരിലെ ഹരിതകർമ്മസേനയ്ക്കെതിരെ പരാതിയുമായി KSBA ലേഡി ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ. സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യം ശേഖരിക്കാതെ ഹരിതസേന ഫീസ് ഈടാക്കുന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. തരൂർ MLA PP സുമോദ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് 75 വയസ്സ് തികയുന്ന 2031 എന്ന വർഷം ഫോക്കസ് ചെയ്യുന്നു. 31 എങ്ങനെയായിരിക്കണം കേരളം? 2031 നമ്മുടെ ആരോഗ്യ മേഖലയായാലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും നമ്മുടെ മറ്റെല്ലാ മേഖലകളിലും ഏറ്റവും കൃത്യതയോടുകൂടിയ ആസൂത്രണങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം സംസ്ഥാന സർക്കാർ തന്നെ കേരളത്തിലെമ്പാടും വിവിധ സെമിനാറുകളിലായി നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട സെമിനാർ, അതിൻ്റെ സംവാദങ്ങൾ, അതിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ പാലക്കാട് ജില്ലക്കാരിൽ കൂടിയായ പ്രിയപ്പെട്ട പഞ്ചായത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി മുൻകൈയെടുത്ത് സ്വീകരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാന സർക്കാരും പ്രാദേശിക സർക്കാരുകളും നടപ്പിലാക്കിയ പദ്ധതികൾ വിശദീകരിക്കുന്നതിനും ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുന്നതിനുമായാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വികസന സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. വാണിയംകുളത്ത് നടന്ന സദസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം C. അബ്ദുൽ ഖാദർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP കോമളം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ശ്രീലത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C. സൂരജ്, VP സിന്ധു തുടങ്ങിയവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് അംഗങ്ങളും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരും പൊതുജനങ്ങളും വികസന സദസ്സിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാണിയംകുളത്തെ പിന്നിടുന്നത് വികസന വരൾച്ചയുടെ 5 വർഷങ്ങൾ കൂടിയെന്ന് കോൺഗ്രസ്. വികസന സദസ്സ് പ്രഹസനമായി. ഭരണപക്ഷത്തിൻ്റെ വികസന വിരോധത്തിനെതിരെ വ്യാഴാഴ്ച പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ധർണ നടത്തുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശിവപ്രകാശൻ ഒറ്റപ്പാലത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഏകാധിപത്യപരവും സ്വജനപക്ഷപാതപരവുമായ ഭരണമാണ് വാണിയംകുളത്ത് കഴിഞ്ഞ 5 വർഷം നടന്നത്. 5 വർഷം കൂടി പാഴായെന്നല്ലാതെ ഒരു വികസനവും കൊണ്ടുവരാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞില്ല. വികസന വിരോധം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. 2024 VK ശ്രീകണ്ഠൻ പഞ്ചായത്തിലേക്ക് അനുവദിച്ച ഹൈമാസ് വിളക്കുകൾ മെയിൻ്റനൻസ് ചെലവ് കൂടുതലാണെന്ന കാരണം പറഞ്ഞ് സ്ഥാപിക്കാതിരുന്നതുവഴി പഞ്ചായത്ത് നിവാസികൾക്ക് വെളിച്ചം നിഷേധിച്ചു. MLAയുടെയും മറ്റും ഇത്തരം വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പുതിയവ സ്ഥാപിക്കാൻ ജോലികൾ നടക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായാണ് MP അനുവദിച്ച വിളക്കുകൾ നിഷേധിച്ചത്. ഗ്രാമസഭ 3 മാസത്തിലൊരിക്കൽ കൂടണമെന്ന നിബന്ധന പഞ്ചായത്ത് നിരന്തരം ലംഘിക്കുകയാണ്.
സാധാരണ ജനങ്ങളുടെ അവകാശവും സൗകര്യവും നിഷേധിക്കുന്നു. പൊതുജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് CPM നേതൃത്വത്തിലുള്ള ഭരണപക്ഷം ഇക്കാലമത്രയും മുന്നോട്ടു പോയതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. 13 വർഷം കൊണ്ടാണ് കമ്മ്യൂണിറ്റി ഹാൾ പണിതത്. 13 വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത്. വാണിയംകുളം മാന്നന്നൂർ റോഡ് തകർച്ചയിലാണ്. വാണിയംകുളം കോതക്കുറിശി റോഡിൻ്റെയും സ്ഥിതി വ്യത്യസ്തമല്ല. അശാസ്ത്രീയമായ മാന്നന്നൂർ ഉരുക്കുതടയണ നിർമ്മാണത്തിൽ കോടികളുടെ നഷ്ടം സംഭവിച്ചെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. വ്യാഴാഴ്ച നടക്കുന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പഴയ പല പദ്ധതികളും വീണ്ടും നടപ്പിലാക്കി. ഉദാഹരണത്തിന് ഒരു കമ്മ്യൂണിറ്റി ഹാള് 13 വർഷത്തോളം പഴക്കമുള്ളൊരു പ്രോജക്റ്റാണത്. 13 വർഷം മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അനുമതി കൊടുത്ത പദ്ധതി ഇപ്പോഴാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ കെട്ടിടത്തിന്റെ പഴക്കം തന്നെ ഏകദേശം 10-12 കൊല്ലത്തെ പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആയി മാറിയത്. അപ്പോൾ അത് പഴയൊരു ബിൽഡിങ്ങിന്റെ രൂപത്തിലാണ് ഇപ്പോൾ അവിടെ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട പഞ്ചായത്ത് ചെയ്തതെന്നാൽ ഇന്ന് പാലക്കാട് ജില്ലയിൽ സമാനതകളില്ലാത്ത രീതിയിൽ പാലക്കാടിന്റെ പ്രിയപ്പെട്ട MP പഞ്ചായത്തിലേക്ക് 2024 ഹൈമാക്സ് ലൈറ്റ് അനുവദിച്ചു 5 എണ്ണം. ആ ഹൈമാക്സ് ലൈറ്റ് അത് വാണിയംകുളം പഞ്ചായത്തിൽ ഭാരിച്ച ചെലവ് വരും എന്ന് പറഞ്ഞുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാതെ കലക്ടർക്ക് അവര് മറുപടി കൊടുത്തു. ആ പദ്ധതി വാണിയംകുളം പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ്, അത് ഭാരിച്ച ചുമതല വരും എന്ന് പറഞ്ഞ പദ്ധതി നടപ്പിലാക്കിയില്ല. സമീപ പഞ്ചായത്തുകളിൽ CPM ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലും അതേ MP പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. MLA പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതേ CPM-ന്റെ MLA-മാർ കൊടുത്ത ഹൈമാക്സ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഇതേ ഹൈമാക്സ് ലൈറ്റുകൾ വാണിയംകുളം പഞ്ചായത്തിൽ വെക്കാൻ വേണ്ടി പഞ്ചായത്ത് MLA ഫണ്ടിൽ നിന്നോ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നോ പദ്ധതി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ VK ശ്രീകണ്ഠൻ MP-യുടെ ഹൈമാക്സ് ലൈറ്റ് അവര് അനുവദിക്കില്ല എന്ന് പറയുന്നതും സ്വന്തം ഇഷ്ടത്തിനുള്ള ഹൈമാക്സ് ലൈറ്റുകൾ അനുവദിക്കാം എന്ന് തീരുമാനിക്കുന്നതും തികച്ചും രാഷ്ട്രീയമാണ്. അതായത് കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയും കോൺഗ്രസിന്റെ MP വികസനങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല എന്ന് പ്രത്യക്ഷത്തിൽ കാണിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം അദ്ദേഹം പ്രധാനപ്പെട്ട 5 സ്ഥലങ്ങളിലാണ്, അത് ഒന്ന് കോളനി കേന്ദ്രീകരിച്ച്, ഒന്ന് ഒരു അമ്പലം കേന്ദ്രീകരിച്ച്, അങ്ങനെ പല പ്രദേശത്ത് 5 ലൈറ്റുകളാണ് അവർ നിഷേധിച്ചത് പഞ്ചായത്ത്. അപ്പോൾ അന്ധമായ കോൺഗ്രസ് വിരോധമാണ് രാഷ്ട്രീയത്തിൽ. അതിൽ BJP-യുടെ സഹകരണമുണ്ട്. കാരണം BJP-ക്ക് 5 മെമ്പർമാരുണ്ട്. ഈ 5 മെമ്പർമാരും ഈ MP-യുടെ പദ്ധതി നടപ്പിലാക്കുന്നതിനെ ഒന്ന് അനുകൂലിക്കുകയോ, കാരണം MP ആയി കഴിഞ്ഞാലും MLA ആയി കഴിഞ്ഞാലും ജനങ്ങൾക്ക് വികസനം നടത്തുമ്പോൾ അത് വികസനമായിട്ട് തന്നെ കാണണം എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. അവിടെ രാഷ്ട്രീയത്തിന് അതീതമായി പദ്ധതികൾ കൊണ്ടുവരുന്ന സമയത്ത് എതിർക്കുകയല്ല വേണ്ടത്. അപ്പൊ MP കൊണ്ടുവന്നു എന്നുള്ള കാരണം കൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ ഇപ്പൊ ഈ അടുത്ത സമയത്ത് നിങ്ങൾക്കൊക്കെ അറിയാം, ഒറ്റപ്പാലത്ത് എത്രയോ പദ്ധതികൾ കൊണ്ടുവന്നു. ഈ ലൈറ്റുകൾ വെച്ചു. ഷൊർണൂരിലെ വാണിയംകുളത്തെ CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ മാത്രം നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള പിടിവാശിയും അഹങ്കാരവുമാണത്. ആ അഹങ്കാരത്തിന് ഒരിക്കലും കോൺഗ്രസ് വകവെച്ചു കൊടുക്കാൻ തയ്യാറല്ല. ഞങ്ങള് ഇനിയും കുറെ കാര്യങ്ങൾ പറയേണ്ട, അതിലെ പലതും വെച്ച് നാളെ കോൺഗ്രസ് ആമുഖമായി പറയുന്നത് വാണിയംകുളം പഞ്ചായത്തിന് മുൻപിൽ നാളെ പ്രതിഷേധ ധർണ നടത്തുകയാണ്. വാണിയംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശിവപ്രകാശിനൊപ്പം ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MP പ്രേംകുമാറും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാഞ്ഞാൽ പഞ്ചായത്ത് വികസന സദസ്സ് ഓഫീസ് അങ്കണത്തിൽ നടന്നു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. പലരും ജനപ്രതിനിധികളെ അസഭ്യവനം പറയാറുണ്ട്. അതൊക്കെ സഹിച്ച് അവർക്കും കുടുംബം എല്ലാം ഉണ്ട്. സഹിച്ചിപ്പോൾ ഈ റോഡ് തന്നെ എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. തങ്കമ്മ ചേച്ചിയും അഷറഫ് ഉൾപ്പെടെയുള്ള അവരെല്ലാം അവിടെ ഇരിക്കുന്നല്ലേ, പലരും കേട്ടു. എന്നെ പലരും വിളിക്കാറുണ്ട്, ഞങ്ങൾ ഇടപെടാറുണ്ട്. അതൊന്നും വിഷമമില്ല. ഒരു സ്ഥാനത്ത് എത്തുമ്പോൾ പല ജനങ്ങളുടെയും പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഈ റോഡ് നന്നാവോടും കൂടി അതൊക്കെ ശരിയായി പോകും. പക്ഷെ ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, മറ്റ് പലത്തും സ്ഥലത്തും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇവിടെ വിടുമ്പോൾ, ഇപ്പോൾ പള്ളം പൊന്നാനി റോഡ് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതാണ്. ആ റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തി, റബ്ബറൈസ് പണി 2 കൊല്ലത്തിന് ശേഷം ഇപ്പോൾ തുടങ്ങി. അത് തുടങ്ങിയപ്പോൾ എന്തെല്ലാം കുറവുകൾ അവർ കണ്ടെത്തുന്നു. എന്തിനാപ്പോൾ ഈ റോഡ് ഇപ്പോൾ തുടങ്ങി ചോദിച്ചു. എന്തേ തുടങ്ങുന്നത്? ഞങ്ങളുടെ കരാറെടുത്ത ആളുകൾ ചോദിക്കുക, അവരോട് ചോദിക്കുക, എന്തിനാ നിങ്ങൾ റോഡ് തുടങ്ങി? എൻ്റെ റോഡ് ഞങ്ങളോട് പറയാൻ കരാറെടുത്തവർ ഞങ്ങൾ ചെയ്യണ്ടേ? അത് പിന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ചെയ്താൽ പോരെ? പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന വികസന സദസ്സിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. തങ്കമ്മ അധ്യക്ഷയായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളുടെ അവതരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് തൃശ്ശൂരിലെ അസിസ്റ്റന്റ് ഡയറക്ടർ സംഗീത്
അവതരിപ്പിച്ചു. വികസന നേട്ടങ്ങളുടെ അവതരണം സെക്രട്ടറി NM ഷെരീഫും അവതരിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ ടീച്ചർ ഹരിതകർമ്മസേനയ്ക്ക് ആദരം നൽകി. AK ഉണ്ണികൃഷ്ണൻ, നിർമ്മല രവികുമാർ, രമണി തലച്ചിറ, AE ഗോവിന്ദൻ, സന്ദീപ് കോന്നനാത്ത്, രാമദാസ് കാരാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻകുട്ടി സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി TA ഖാലിദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്ന KSU പ്രവർത്തകനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. KSU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് വടക്കാഞ്ചേരി സ്വദേശി ഗണേഷ് ആറ്റൂരിനെയാണ് കിള്ളിമംഗലം സഹകരണ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയത്. സ്ഥിര നിയമനത്തിന് സമയമായപ്പോൾ ഗണേഷിനെ ഒഴിവാക്കിയെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആക്ഷേപം. പ്രതിഷേധം ശക്തമായതോടെ പ്രശ്നം ഒത്തുതീർക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് തൃശൂർ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ സംഭവം ഏറെ വിവാദമായിരുന്നു. ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രവർത്തകരിൽ ഒരാളാണ് ഗണേഷ് ആറ്റൂർ. കിള്ളിമംഗലം സഹകരണ ബാങ്ക് ഡ്രൈവറായിരുന്ന ഗണേശിനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് പ്രവർത്തകരുടെ ആക്ഷേപം. പാർട്ടിക്കു വേണ്ടി പ്രവർത്തിച്ച ഗണേശിനെ പാർട്ടി ഭരിക്കുന്ന ബാങ്കിൽ നിന്ന് തന്നെ പുറത്താക്കി എന്ന് പ്രവർത്തകർ ആരോപിക്കുന്നു. ഗണേശനെ സർവീസിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി ബാങ്കിന് കത്ത് നൽകിയതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് പറഞ്ഞു. സംഭവത്തിൽ ബാങ്ക് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ രംഗത്തെത്തി. സഹകരണ ബാങ്കുകളുടെ തലപ്പത്തിരിക്കുന്നത് ചില മേലാളന്മാരാണെന്ന് അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്കിൽ കുറിച്ചു. ശീതീകരിച്ച മുറിയിലെ കറങ്ങുന്ന കസേരയിലിരിക്കുന്ന സുഖവും ഇന്നോവ കാറിലെ യാത്രയും മാത്രമേ ഇവർക്കറിയൂ. കലാലയങ്ങളിലും കേരളത്തിൻ്റെ തെരുവോരങ്ങളിലും KSU പ്രവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്കറിയില്ല. സംഭവത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉച്ചയ്ക്ക് ശേഷം ഓഫീസുകൾ അടച്ചിടുന്ന പരിപാടി RTO ഓഫീസുകളിൽ അവസാനിപ്പിച്ചുകൊള്ളണമെന്ന് CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M ഹംസ. സേവനാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനമാണ് കേരളമെന്നും M ഹംസ ഓർമ്മപ്പെടുത്തി. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഓഫീസ് സമയത്ത് ഇടപാടുകൾ നടത്തണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് RTOയിലേക്ക് ഓട്ടോ കൺസൾട്ടൻറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ CITU നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു M ഹംസ. കാര്യക്ഷമത വർദ്ധിപ്പിക്കാനെന്ന പേരിൽ മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്ന പല പരിഷ്കാരങ്ങളും തുഗ്ലക്ക് പരിഷ്കാരങ്ങളാണെന്നും M ഹംസ ആക്ഷേപിച്ചു. സർക്കാർ ഓഫീസുകൾ ജനസേവന കേന്ദ്രമായി മാറണമെന്നതാണ് സർക്കാർ നയം. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട നീതി സമയത്തിന് ജനങ്ങൾക്ക് ലഭിക്കണമെന്നതുകൊണ്ടാണ് മുൻകാല നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പൊതുജനത്തിനാവശ്യമായ സർക്കാർ സഹായവും രേഖകളും നിശ്ചിത സമയത്തിനകത്ത് ലഭിക്കുന്ന ഓൺലൈൻ സംവിധാനം ചില ഉദ്യോഗസ്ഥർക്ക് ദഹിക്കാത്തതിൻ്റെ കാരണം പൊതുസമൂഹത്തിന് വ്യക്തമായി അറിയാവുന്നതാണെന്നും M ഹംസ പറഞ്ഞു. ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുന്ന ഒന്നിലേക്ക് കേരളീയ സമൂഹം 100% എത്തിയിട്ടുണ്ടോ? 100% അങ്ങനെ എത്താതിരിക്കുകയും ഡിജിറ്റൽ സാക്ഷരതയുടെ ഭാഗമായി ഡിജിറ്റൽ ടെക്നോളജി തന്നെ 100% സക്സസിലേക്ക് എത്തുകയും ചെയ്യുന്നത് വരെ ചില സപ്പോർട്ടുകൾ അനിവാര്യമാണ്. ആ സപ്പോർട്ടുകൾ ഇപ്പോൾ RTO ഓഫീസിലും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഞാൻ പലരുമായും സംസാരിച്ചിട്ടുണ്ട്. ആ പലരുമായി സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സേവനം അനിവാര്യമാണ് എന്ന പൊതു അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത് എന്നതാണ്. ആരും നിങ്ങൾ ശല്യക്കാരായിട്ടല്ല, പകരം നിങ്ങളെ സഹായിയായിട്ടാണ് കാണുന്നത് എന്നത് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ചില മോട്ടോർ വാഹന ഉടമകളുമായിട്ട് ഞാൻ സംസാരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് RG പിള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി S ശ്രീജു, P മനോഹരൻ, കോമളം, PP രാജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പള്ളി പന്തലാട്ടുപറമ്പ് മേഖലയിൽ ചില സാധാരണക്കാരായ നിവാസികളുടെ കട്ട് ചെയ്ത പൊതു ടാപ്പുകൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP കൗൺസിലർമാരുടെ സാന്നിധ്യത്തിൽ കുടുംബാംഗങ്ങൾ വാട്ടർ അതോറിറ്റി അധികൃതരെ സമീപിച്ചു. ഏറ്റവും ഉയർന്ന പ്രദേശമായ ഇവിടെ 3 മാസത്തിലധികമായി കുടിവെള്ളം കിട്ടാതായിട്ട്. ഇന്ന് തന്നെ സ്വയം
ഇന്ന് തന്നെ സ്ഥലം സന്ദർശിച്ച് പ്രശ്നത്തിന് ഉടൻ പരിഹാരം ഉണ്ടാക്കാമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഷൊർണൂർ മുനിസിപ്പാലിറ്റി പരിധിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ കുളപ്പള്ളി പന്തലാട്ടുപറമ്പ് പ്രദേശത്തെ ചില സാധാരണക്കാരായ കുടുംബങ്ങളുടെ പൊതു ടാപ്പുകളാണ് വാട്ടർ അതോറിറ്റി കട്ട് ചെയ്തിരിക്കുന്നത്. 3 മാസത്തിലധികമായത്രേ 3-ലധികം കുടുംബങ്ങളുടെ പൊതു ടാപ്പുകൾ കട്ട് ചെയ്തിട്ട്. അമൃത് മിഷൻ പദ്ധതിയിൽ സൗജന്യമായി കണക്ഷൻ തരാമെന്ന് പറഞ്ഞാണത്രേ ടാപ്പുകൾ വിച്ഛേദിച്ചിരിക്കുന്നത്. പ്രദേശത്തെ മറ്റു ചില വീടുകളിലൊന്നും ടാപ്പുകൾ കട്ട് ചെയ്യാതെ ചില നിവാസികളുടെ മാത്രം തെരഞ്ഞുപിടിച്ച് പൊതു ടാപ്പുകൾ കട്ട് ചെയ്ത വാട്ടർ അതോറിറ്റിയുടെ നടപടി ശരിയായില്ലെന്നും ഇതിനൊരു പരിഹാരം ഉടൻ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP കൗൺസിലർമാരുടെ സാന്നിധ്യത്തിൽ നിവാസികൾ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഓഫീസിലെത്തി കണ്ടത്. തുടർന്ന് കാര്യങ്ങൾ ബോധിപ്പിച്ചു. നഗരസഭാ പ്രദേശത്തെ പൊതു ടാപ്പുകൾ കട്ട് ചെയ്യണമെന്ന നഗരസഭ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ടാപ്പുകൾ കട്ട് ചെയ്തെന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥൻ മറുപടി നൽകിയതെന്നും എന്നാൽ ഇവ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും കൗൺസിലർ നന്ദകുമാർ പറഞ്ഞു. കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സൗജന്യ കണക്ഷൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 3 മാസമായിട്ട് കുടിവെള്ളം ഇല്ലാതെയാണ് ആ പ്രദേശവാസികൾ ജീവിക്കുന്നത്. ഇത് നഗരസഭ പറയുന്നൊരു ന്യായം, നഗരസഭ പ്രദേശത്തുള്ള മുഴുവൻ പൊതു ടാപ്പുകളും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നഗരസഭ നിർദ്ദേശം കൊടുത്തു. എന്നാൽ ഇന്നും അധികാരത്തിൻ്റെ പിൻബലം ഉപയോഗിച്ചുകൊണ്ട് CPM-ൻ്റെയും മറ്റ് CPM-ൻ്റെ അണികളുടെയും വാർഡും വീടും ഇരിക്കുന്ന പ്രദേശത്ത് ഇപ്പോഴും പൊതു ടാപ്പുകളുണ്ട്. അത് കട്ട് ചെയ്യാതെ സാധാരണക്കാരൻ്റെ കുടിവെള്ളമാണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ഇന്ന് വാട്ടർ അതോറിറ്റി AE കണ്ടു. അദ്ദേഹം ഇന്ന് ആ സ്ഥലം സന്ദർശിക്കാൻ വന്നു. അവിടെ വാട്ടർ അതോറിറ്റി തിരിച്ച് ആ പൈപ്പ് കണക്ഷൻ പൊതു ടാപ്പ് തിരിച്ച് പുനഃസ്ഥാപിക്കാമെന്നൊരു ഉറപ്പ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ശക്തമായ സമരം ഇതായി ബന്ധപ്പെട്ട് BJP മുൻനിരയിലുണ്ടായിരിക്കും. പ്രദേശത്ത് ഇപ്പോഴും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇന്ന് തന്നെ സ്ഥലം സന്ദർശിച്ച് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. നന്ദകുമാർ, പ്രസാദ്, രഞ്ജിത്ത്, ഗോപകുമാർ, പ്രദേശനിവാസികളായ സ്ത്രീകൾ എന്നിവരാണ് അധികൃതർക്ക് പരാതി നൽകിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇടതു സർക്കാർ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ച് ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുകയാണെന്ന് BMS പാലക്കാട് ജില്ലാ സെക്രട്ടറി K. രാജേഷ്. മലബാർ ദേവസ്വം എംപ്ലോയീസ് സംഘ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു K. രാജേഷ്. 9.5 വർഷത്തെ ഇടതുഭരണം കേരളത്തെ 4.5 ലക്ഷം കോടിയുടെ കടക്കണിയിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്നും K. രാജേഷ് ആരോപിച്ചു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രിയുടെ പങ്കും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതിനാൽ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാൻ സർക്കാർ തയ്യാറാകണമെന്നും രാജേഷ് ആവശ്യപ്പെട്ടു. മുതൽ തന്നെ നമുക്കൊക്കെ അവകാശമുണ്ട്. പക്ഷേ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരം കിട്ടുമ്പോൾ കൊടുക്കാനും അധികാരമില്ലാത്തപ്പോൾ കൊല്ലാനുമുള്ള ഒരു ഇടതുപക്ഷ ഗവൺമെന്റായി താറടിച്ച് നശിച്ച ഈ സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി പോകുന്നത്. ഭാരതം കണ്ട ഏറ്റവും വലിയ കൊള്ള എന്ന് പറഞ്ഞ പാശ്ചാത്യരുടെ ആഗമനത്തോടുകൂടി ഭാരതത്തിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയത് നമ്മുടെ ബ്രിട്ടീഷുകാർ മോർച്ചുകാരൊക്കെ വന്ന് നമ്മുടെ എല്ലാ മൂല്യങ്ങളും എടുത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന സംവിധാനം. അമ്പലങ്ങൾ കൊള്ളയടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടും ചരിത്രങ്ങളിൽ പഠിച്ചിട്ടുമുണ്ടാവും. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു കൊള്ളയടിയാണ് ഇടതുപക്ഷ ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് ഇന്ന് ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ചോദിക്കാൻ നാട്ടിലുള്ള ഒരു സംഘടന ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ സംഘം മാത്രമാണ്. നമ്മളൊക്കെ മനസ്സുരുകി വിഷമങ്ങൾ പറയുന്ന, സങ്കടങ്ങൾ പറയുന്ന, കുടുംബത്തിനും സമാജത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരാധനാലയങ്ങളിൽ നിന്നും കൈയിട്ട് വാരുന്നൊരവസ്ഥ. അവിടെ ഭക്തർ കാണിക്കയായി നൽകിയ, ഗവൺമെന്റ് ഉണ്ടാക്കിയതല്ല കേട്ടോ, ഗവൺമെന്റിന്റെ ഖജനാവെന്ന് കൊണ്ടുവന്ന് വെച്ചതുമല്ല, ഭക്തർ കാണിക്കയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്ന സ്വർണം, ആ സ്വർണത്തിന് മൊത്തം കട്ടെടുത്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലോട്ട് കേരളം മാറിയിരിക്കുന്നു. ഇത് കയ്യിൽ കെട്ടി നോക്കിയിരിക്കാൻ BMS അഫിലിയേറ്റ് ചെയ്ത മലബാർ ദേവസ്വം പോലെയുള്ള ഒരു തൊഴിലാളി സംഘടനയ്ക്ക് സാധിക്കില്ല. V. തങ്കമോഹൻ അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം എംപ്ലോയീസ് സംഘ സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുധാകരൻ, കേരള ക്ഷേത്ര കാർമിക് സംഘ ജനറൽ സെക്രട്ടറി V. ശിവദാസ്, മലബാർ ദേവസ്വം എംപ്ലോയീസ് സംഘ സംസ്ഥാന സെക്രട്ടറി മഹേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷിജു നാരായണൻ, BMS ജില്ലാ ട്രഷറർ V. ശരത്, S. രാജേന്ദ്രൻ, S. അമർനാഥ്
തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയിലെ ഹരിതകർമ്മസേനയ്ക്കെതിരെ പരാതിയുമായി KSBA ലേഡി ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റി രംഗത്തെത്തി. സ്ഥാപനത്തിൽ നിന്നും മാലിന്യം കൊണ്ടുപോകാതെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഫീസ് വാങ്ങിക്കുന്ന ഹരിതകർമ്മസേനയുടെ നടപടിക്കെതിരെയാണ് അസോസിയേഷൻ രംഗത്ത് വന്നത്. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ഭാരവാഹികൾ നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർക്ക് പരാതി നൽകി. ഷൊർണൂരിൽ പ്രവർത്തിക്കുന്ന ലേഡി ബ്യൂട്ടീഷ്യൻ സ്ഥാപനത്തിലാണ് ഹരിതകർമ്മസേന നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്ഥാപനം ആരംഭിക്കുമ്പോൾ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് 3 മാസത്തെ ഫീസ് അടച്ചിട്ട് പോലുമാണ് ഹരിതകർമ്മസേനയുടെ ഇത്തരം നടപടിക്കെതിരെ ലേഡി ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ പരാതിയുമായി രംഗത്തെത്തിയത്. ലോണടക്കമുള്ള പല പ്രതിസന്ധികളും ഉണ്ടായിട്ടാണ് പലരും സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. സ്ഥാപനങ്ങളിലെ മുടിയടക്കമുള്ള വേസ്റ്റ് കൊണ്ടുപോകാതെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഫീസ് വാങ്ങിക്കുന്ന ഹരിതകർമ്മസേനയുടെ നടപടിക്കെതിരെയാണ് അസോസിയേഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പലതവണ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നഗരസഭ അധികാരികൾക്ക് പരാതി നൽകിയതെന്നും ഇവർ പറയുന്നു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ ലേഡീസ് ബ്യൂട്ടി പാർലറിൻ്റെ അവിടെ ഹരിതകർമ്മസേന അലങ്കാർ ബ്യൂട്ടി പാർലറിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ലൈസൻസ് എടുക്കുമ്പോൾ തന്നെ 3 മാസത്തെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഫീസ് അടച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ലൈസൻസ് തന്നെ എടുക്കുന്നത്. അപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇരിക്കെ തന്നെ ആ സ്ഥാപനത്തെയും സ്ഥാപന ഉടമയും ഒന്നും കൂടെ ബുദ്ധിമുട്ടിലേക്കാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഹരിതകർമ്മസേന ചെയ്തിരിക്കുന്നത്. അതായത് ആ സ്ഥാപനത്തിലെ വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യം എടുക്കാതിരിക്കുകയും അവിടെ നിന്ന് നിർബന്ധമായിട്ടും മാലിന്യ സംസ്കരണത്തിനുള്ള ഫീസ് പിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇത് യാതൊരു കാരണത്തെ കൊണ്ടും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഒരു സ്ഥാപനം ലോൺ എടുത്തും അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ ആസ്തിയോ അല്ലെങ്കിൽ മറ്റു ആഭരണങ്ങളൊക്കെ പണയം വെച്ച് ഒരു കൈത്തൊഴിൽ എന്നുള്ള നിലയ്ക്ക് ഒരു നിത്യ വരുമാനത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംരംഭത്തെ വളരെയധികം പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവൃത്തിയാണിത് ഹരിതകർമ്മസേന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അധികാരികൾ കണ്ണു തുറക്കേണ്ട കാര്യമാണ്. നഗരസഭയുടെ ഇത്തരം നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രശ്നത്തിന് ഒരു പരിഹാരം ഉടൻ ഉണ്ടാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെടുന്നു. MN തിലകം, ലിലിയ മനോജ്, ഗീത, ഗിരീഷ് കുമാർ, ധനേഷ്, അബ്ദു, അജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അധികാരികൾക്ക് പരാതി നൽകിയത്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രമേളയിലും ഗണിത മേളയിലും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ചെറുതുരുത്തി ഗവൺമെൻറ് LP സ്കൂളിൻ്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. വിജയ ആഹ്ലാദ പ്രകടനം സ്കൂളിൽ നിന്നും ആരംഭിച്ച് ചെറുതുരുത്തി ചുങ്കത്ത് അവസാനിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, PTA അംഗങ്ങൾ വിജയോത്സവത്തിൽ പങ്കെടുത്തു. കലാമണ്ഡലത്തിൽ നിന്നും പഠിച്ചിറങ്ങി 67-ാം വയസ്സിൽ കലാമണ്ഡലത്തിൽ ചാക്യാർകൂത്ത് അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് കലാമണ്ഡലം ഈശ്വരനുണ്ണി. കലാമണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന കൃഷ്ണൻകുട്ടി പൊതുവാൾ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ചായിരുന്നു ഈശ്വരനുണ്ണി ചാക്യാർകൂത്ത് അവതരിപ്പിച്ചത്. കാട്ടിലേക്ക് പുറപ്പെട്ട ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് ധർമ്മപുത്ര മഹാരാജാവ് ചിന്താമഗ്നായി വർത്തിക്കുന്ന കാലത്തിങ്കൽ അദ്ദേഹത്തിൻ്റെ പുരോഭാഗത്തിങ്കൽ പ്രത്യക്ഷീഭൂതനായിരിക്കുന്ന ശ്രീവേദവ്യാസ മഹർഷിയിങ്കൽ നിന്ന് ആദിത്യോപാസനാ മന്ത്രത്തെ സ്വീകരിച്ചതിൻ്റെ ശേഷം അദ്ദേഹം ആദിത്യ ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷീകൃതനായിരിക്കുന്ന ആദിത്യ ഭഗവാനിൽ നിന്ന്
പ്രദത്തമായിരിക്കുന്ന അത്ഭുതപാത്രത്തിങ്കൽ നിന്ന് ഉത്ഭൂതങ്ങളായിരിക്കുന്ന അത്ഭുത പദാർത്ഥങ്ങളെ അനുഭവിച്ച് പരമതൃപ്തന്മാരെ വനത്തിൽ വർദ്ധിക്കുന്ന കാലത്തിങ്കൽ മഹാരാജാവ് ദുര്യോധനന്റെ അവസ്ഥയാകട്ടെ. 67 വയസ്സിൽ എത്തി നിൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ചാക്യാർകൂത്ത് കാണാൻ നിരവധി ആളുകളാണ് നിള ക്യാമ്പസിലെത്തിയത്. ഈ വയസ്സിലും ഇങ്ങനെയൊരു ചാക്യാർകൂത്ത് അവതരിപ്പിക്കുന്നുണ്ട് എന്നതറിഞ്ഞതോടെ നിരവധി പേർ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കാനും എത്തിയിരുന്നു. 13ാമത്തെ വയസ്സിൽ നിള ക്യാമ്പസിൽ PK നാരായണൻ നമ്പ്യാർ, പൈങ്കുളം രാമചാക്യാർ, ഉണ്ണികൃഷ്ണൻ ഇളയത് എന്നിവരുടെയും നേതൃത്വത്തിലാണ് പഠനത്തിന് ആരംഭം കുറിച്ചത്. മിഴാവ്, ചാക്യാർകൂത്ത്, കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത്, ചുട്ടി, ചെണ്ട, തിമില, പാടകം എന്നിവ പഠിച്ചു. തുടർന്ന് കലാമണ്ഡലത്തിൽ തന്നെ മിഴാവിൻ്റെ അധ്യാപകനായും HOD-യായും പ്രിൻസിപ്പൽ ചാർജും എന്നിവയും നിർവഹിച്ചു. 56ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റായി. തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി മനസ്സിലാക്കി കലാമണ്ഡലത്തിൽ 10 വർഷം വിസിറ്റിംഗ് പ്രൊഫസറായി ചാർജ് എടുക്കുകയുണ്ടായി. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപമാണ് താമസം. സഹധർമ്മിണി ശോഭന, മക്കൾ ശ്രീവിദ്യ, ശ്രീദിവ്യ. എൻ്റെ ഭാഗ്യം കൃഷ്ണൻറാശാൻ്റെ അനുസ്മരണത്തിനനുബന്ധിച്ച് എൻ്റെ കൂട്ടുകക്ഷയിൽ സംഘാടകരോട് നന്ദി പറഞ്ഞു. മാത്രം ഞാൻ പഴയ കലാമണ്ഡലമാണ് പഠിച്ചിരിക്കുന്നത്. 72-ലാണ് വന്നത്. ഇത്രയും കാലമായിട്ട് ഈ പഴയ കലാമണ്ഡലം എൻ്റെ കൂട്ടുണ്ടായിട്ടില്ല. ആദ്യമാണ്. റിട്ടയർഡായിട്ട് 11 കൊല്ലം കഴിഞ്ഞു. പിന്നെ കർക്കിടക മാസ്റ്റർ, രാമായണ മാസ്റ്റർ ഞങ്ങൾ 30 കൊല്ലത്തോളം ഞങ്ങളുടെ വകയായിട്ട് കൂട്ട് രാമചേക്കര, ഞാൻ, ശിവനമ്പൂരി അങ്ങനെയായിട്ട് ഒറ്റയാറുണ്ടായിരുന്നു 30 കൊല്ലം. പിന്നെ അതില്ലാണ്ടായി. പിന്നെ എനിക്ക് കൂട്ട് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് മിഴാവുകൊണ്ട് തരാവാറില്ല. എന്നെ വിളിച്ചു. എൻ്റെ ഞാൻ 2 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കുള്ള സന്തോഷം എന്താ എന്നെ വിളിച്ചതിലും എനിക്ക് വരാൻ സാധിച്ചതിലും അങ്ങേയറ്റം കൃതാർത്ഥനാണ്. അപ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്? അതെ, ഞാൻ റിട്ടയർഡായതിനു ശേഷം 11 കൊല്ലമായി. എന്നിട്ടാണ് ഇവിടെ ഇപ്പോഴേ തരായുള്ളൂ. എല്ലാറ്റിനും സമയത്തുള്ളൂ. അതായിരിക്കാം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണനേട്ടങ്ങൾ വിശദീകരിച്ച് വികസന സദസ്സുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. വാണിയംകുളത്തും പാഞ്ഞാളിലും വികസന സദസ്സ്. വാണിയംകുളത്തെ വികസന സദസ്സിനെ പരിഹസിച്ച കോൺഗ്രസ്. പിന്നിടുന്നത് വികസന വരൾച്ചയുടെ 5 വർഷങ്ങൾ. വികസന മുരടിപ്പിനെതിരെ വ്യാഴാഴ്ച പഞ്ചായത്ത് ഓഫീസ് ധർണ. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്ന KSU പ്രവർത്തകനെ ജോലിയിൽ നിന്ന് പിരിച്ച് വിട്ടതിനെതിരെ പ്രതിഷേധം. KSU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂരിനെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസും KSUവും രംഗത്ത്. സ്ഥിരം നിയമനത്തിന് സമയമായപ്പോൾ ഗണേഷിനെ ഒഴിവാക്കിയെന്ന ആക്ഷേപം. കോൺഗ്രസ് നേതൃത്വം പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമത്തിൽ. സേവനാവകാശ നിയമം പാസാക്കിയ കേരളത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഓഫീസുകൾ അടച്ചിടുന്ന RTO ഓഫീസർമാരുടെ ധിക്കാരം അനുവദിക്കില്ലെന്ന് CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഓഫീസ് ഇടപാടുകൾ നടത്തണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് RTO ഓഫീസിലേക്ക് ഓട്ടോ കൺസൾട്ടൻറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ മാർച്ച്. മോട്ടോർ വാഹന വകുപ്പ് നടപ്പാക്കുന്നതെല്ലാം തുഗ്ലക് പരിഷ്കരണങ്ങളെന്നും M. ഹംസ. കുളപ്പള്ളി പന്തലാട്ടുപറമ്പ് മേഖലയിലേക്കുള്ള ജലവിതരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രദേശവാസികളുടെ പ്രതിഷേധം. ഉയർന്ന പ്രദേശവുമായ പന്തലാട്ടുപറമ്പിലേക്ക് 3 മാസമായി വെള്ളമെത്തുന്നില്ല. പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത് ഇന്നു തന്നെ സ്ഥലം സന്ദർശിച്ച പ്രശ്നം പരിഹരിക്കുമെന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഉറപ്പിൽ. ഷൊർണൂരിലെ ഹരിതകർമ്മസേനയ്ക്കെതിരെ പരാതിയുമായി KSBA ലേഡി ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ. സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യം ശേഖരിക്കാതെ ഹരിതസേന ഫീസ് ഈടാക്കുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.